കുടിയേറ്റ കർഷകരുടെ ആസ്ഥാനമായ മലയോരത്ത് വീണ്ടും ഒരു കുടിയേറ്റമെന്നത് അവിശ്വസനീയമാവാം. പക്ഷേ ഒരു 2 പതിറ്റാണ്ടിനിടയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് വിദഗ്ധർ പറയുന്നു. അതിന് സാധ്യതകൾ ഏറെയുമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, ഒരു വീട്ടിൽ ഒരാളെങ്കിലും വിദേശത്ത്, എന്തിന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പഠനത്തിനോ ജോലി ആവശ്യത്തിനോ പോയി കഴിഞ്ഞു. അവരാരും തിരിച്ചു വരുന്ന മട്ടില്ല. അതോടെ നാട്ടിൽ കുറേ വൃദ്ധരും അല്ലാത്തവരും മാത്രം. കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് ഉണക്കമീൻ തലയും കപ്പപ്പുഴുക്കും കഴിച്ച് മണ്ണിൽ പൊന്ന് വിളയിച്ച കർഷകർ തങ്ങളുടെ മക്കളെ ഉപരിപഠനത്തിനും ജോലിക്കുമായി വിദേശത്തയക്കുന്നു. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നു. കുന്നും മലകളും താണ്ടാതെയും വിയർപ്പൊഴുക്കി പണിയെടുക്കാതെയും ലക്ഷങ്ങൾ പ്രതിമാസം ലഭിക്കുന്ന ഇവർ ഈ മലമണ്ടയേക്കാൾ എന്തുകൊണ്ടും സുഖം അവിടെ തന്നെ എന്ന് കരുതി അവിടെ തന്നെ സെറ്റിലാവുന്നു. എന്നാൽ മക്കളുടെ ഭാവിയും വിദേശ പണവും ആഗ്രഹിച്ച് മക്കളെ അയച്ച രക്ഷിതാക്കൾ മക്കളെ കാത്തിരിക്കുന്നു. എന്നാൽ മക്കളാവട്ടെ ഈ ബന്ധം ഒരു വീഡിയോ കോളിൽ ഒതുക്കുന്നു. അങ്ങനെ ദിവസത്തെ വിളി 2 ദിവസത്തിലൊന്നാകുന്നു. പിന്നീട് അത് ആഴ്ചകളിലായി, പിന്നെ മാസങ്ങളിലായി. എന്നാൽ അച്ഛനമ്മമാരുടെ സങ്കടം പറച്ചിൽ കേട്ട് മക്കൾ പറയുന്നത് 2 പേരും ഇങ്ങോട്ട് വന്നോളൂ, നമുക്കിവിടെ താമസിക്കാമെന്നാണ്. ഇവിടെ എല്ലാ സൗകര്യവുമുണ്ട്. അങ്ങനെ ചട്ടയും മുണ്ടും മാറ്റി ചുരിദാറും കച്ചത്തോർത്ത് മാറ്റി പാൻറ്റും ഷർട്ടും ഇട്ട കാർന്നോർമാർ അങ്ങനെ പോകുന്നു വിദേശത്തേക്ക്. അങ്ങനെ മക്കളുടെ കൂടെ ഉല്ലാസയാത്രയ്ക്ക് വിദേശത്ത് പോയ പാവങ്ങൾ ശുദ്ധവായു പോലും ലഭിക്കാതെ റൂമിനകത്ത് AC റൂമിലിരുന്ന് വികൃതികളായ ചെറുമക്കളെ നോക്കുമ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അബദ്ധം തിരിച്ചറിയുന്നത്. പിന്നീട് ഇനി നമുക്ക് നാട്ടിലേക്ക് പോകേണ്ട, ഇവിടെ കൂടാമെന്ന് പറയുമ്പോൾ തൻ്റെ നാട്ടിലെ പച്ചപ്പും ശുദ്ധവായുവും അന്യമായി എന്ന് ചില കാരണവന്മാർ തിരിച്ചറിയുന്നു. പക്ഷേ നാം വസ്തുതയിലേക്ക് വന്നില്ല. നാട്ടിലെ സ്വത്ത് കിട്ടിയ പൈസയ്ക്ക് കൊടുത്താൽ ഇവിടെ ഒരു സ്വന്തമായി ഫ്ലാറ്റ് വാങ്ങാമെന്ന ചിന്താഗതി കൂടി മക്കൾ അവതരിപ്പിച്ചാൽ നടക്കില്ലട മക്കളെ എന്ന് പറയാനുള്ള ത്രാണി പാവം വൃത്തമാർക്കില്ലതാനും. ഇതിനേക്കാളെല്ലാം ഉപരി ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും പല രാജ്യങ്ങളിലും കിട്ടുന്ന തുകയുടെ നിശ്ചിത ശതമാനം അവിടെ തന്നെ ചെലവാക്കണമെന്ന വസ്തുതയും ഒരു പരിധിവരെ ഇവരെ ബാധിക്കുന്നു. കിട്ടുന്നതിൻ്റെ പാതി ഇവിടെ തന്നെ ചെലവാക്കിയാൽ പിന്നെ നാട്ടിലേക്ക് അയക്കാൻ ഒന്നുമില്ലാത്ത സ്ഥിതി വരുമ്പോൾ നാട്ടിലെ സ്വത്ത് വിറ്റ് വിദേശത്ത് സെറ്റിലാവുകയല്ലേ നല്ലത്? ശരിക്കും പറഞ്ഞാൽ ഇവർ ശരിക്കുമല്ല മലയാളികൾ വിദേശത്ത് കുടിയേറി പാർക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിൽ നിന്നും ഇവർ മറ്റൊരിടത്തേക്ക് കുടിയേറുന്നു. ഇവിടം തരിശായി കിടക്കുന്നു. അതോടെ വിദേശത്തെ കുടിയേറ്റം സഹിക്കവയ്യാതെയാകുമ്പോൾ അവിടത്തേക്കുള്ള ഇവരുടെ കുടിയേറ്റം നിർത്തുന്നു. അതായത് സ്വദേശിവൽക്കരണം വരുന്നു. അതോടെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കുടിയേറ്റം നമ്മുടെ നാട്ടിലും നടക്കും.